സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് തീരുമാനമായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ റിപ്പോർട്ടിനേക്കാളും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് നൽകാൻ ഇനി ബാക്കിയുണ്ടായിരുന്ന കുടിശ്ശിക ഗഡുക്കൾ മുഴുവൻ ഇന്ന് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഞാൻ പറഞ്ഞതാണ്. ബഡ്ജറ്റിൽ പറഞ്ഞത് സർക്കാരിന് കുറച്ച് DA കുടിശ്ശികകൾ കൊടുക്കാനുണ്ട്. ആ DA കുടിശ്ശികകൾ കൊടുക്കാനുള്ളത് മുഴുവനും നൽകും. അതിനകത്ത് ഒരു ഗഡു ഈ മാസത്തെ ശമ്പളത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിലെ ശമ്പളം എന്ന് പറഞ്ഞാൽ അത് മാർച്ച് 1-ന് കിട്ടുന്ന ശമ്പളത്തോടൊപ്പമാണ് വരിക. അത് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള ആകെ കുടിശ്ശിക പിന്നെ നിൽക്കുന്നത് വ്യത്യസ്ത മേഖലയിൽ ചെറിയ വ്യത്യാസമുണ്ട്, കുറവുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആകെ 10% കുടിശ്ശികയാണ് പിന്നെ ആകെ നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും അപവാദകരമായ കേരളത്തെ അവമാനിക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഇപ്പോഴും അദ്ദേഹം പറയുന്ന കേരളത്തിൻ്റെ ഖജനാവ് പൂട്ടിക്കിടക്കുകയാണ്, നമ്മൾ വന്നാൽ ഖജനാവ് നിറയ്ക്കും പറയുന്നത്. ഖജനാവ് പൂട്ടിക്കിടക്കുകയാണ്, കടം കയറിയിരിക്കുകയാണ്, ഇവിടെ പൂച്ച പെറ്റ് കിടക്കുകയാണ്, DA കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല. ഇത് ഞാൻ മന്ത്രിയായി വന്ന സമയം തൊട്ട് ഞാൻ കേൾക്കുന്നത്, അതിന് മുമ്പുള്ളവരും കേട്ടിട്ടുണ്ട്. ഞാൻ വന്ന സമയം തൊട്ട് കേൾക്കുന്നത് അടുത്ത മാസം ശമ്പളം ഇല്ലാതാവും, അതിനടുത്ത മാസം ശമ്പളം ഇല്ലാതാവും, DA കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല, പെൻഷൻ കൊടുക്കില്ല, വെറുതെ പറയുന്നതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് അവസാനം തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ശമ്പള കമ്മീഷൻ്റെ തീരുമാനം വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ വരുവാണെങ്കിൽ 15% വരെ കുറയ്ക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞങ്ങളുടെ ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ ആളുകളുണ്ട് അന്ന് UDF-ൻ്റെ. പക്ഷേ ഞങ്ങളത് കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതാ ഇപ്പോൾ ആകെ 60 മാസത്തിൽ 58 മാസമായി എല്ലാ തരം എതിർപ്പും തർക്കങ്ങളും കേന്ദ്രത്തിൽ നിന്ന് വന്നു. ഞങ്ങൾക്ക് ഒരു വർഷം ശരാശരി 50,000 കോടി രൂപ വെട്ടിക്കുറച്ചു. എന്നിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. ഏറ്റവും അവസാനത്തെ 3 മാസത്തേക്കുള്ള 12,000 കോടി കിട്ടേണ്ടതിൽ 6,000 കോടി വെട്ടിക്കുറച്ചു. എന്നിട്ടും നമ്മൾ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിനെ അംഗീകരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആളുകളുടെ മനസ്സിൽ ഇതിനാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നേരത്തെ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയുന്നതല്ല. CAG റിപ്പോർട്ടുണ്ട്, റിസർവ് ബാങ്കിൻ്റെ കണക്കുണ്ട്. ഈ ഡിക്കേഡൽ അനാലിസിസ് എന്ന് പറയുന്ന CAG റിപ്പോർട്ട് 10 വർഷക്കാലത്തെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ 16-ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളെ വിലയിരുത്തിയ റിപ്പോർട്ടിൻ്റെ ഭാഗത്തും കേരളം ഇമ്പ്രൂവ് ചെയ്തു. റിസർവ് ബാങ്ക് പറയുന്നു കേരളം ഇമ്പ്രൂവ് ചെയ്തു, CAG പറയുന്നു. എന്ന് മാത്രമല്ല, കോവിഡ് സമയത്ത് 38-39% കേരളത്തിൻ്റെ ആകെ കടം. ആകെയുള്ള GSDP-യുടെ കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 39% വരെ കടമുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. അത് കുറഞ്ഞ് 34%. ഇന്ത്യയിലെ കേരളത്തെക്കാളും അധികം കടമുള്ള 19 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് CAG-യുടെ കണക്കിലുണ്ട്. നമ്മുടെ ആളോഹരി വരുമാനം ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്കകത്താണ്. നമ്മുടെ ആകെ GSDP ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 10 സംസ്ഥാനങ്ങൾക്കകത്താണ്. ഇന്ത്യയുടെ ജനസംഖ്യ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ വളരെ താഴെയാണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വസ്തുത ഇതിരിക്കുമ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മോശപ്പെടുത്താൻ പറയുന്ന ഒരു കാര്യമായിട്ടല്ല, കേരളത്തെ അവമാനിക്കാനായിട്ട് നിരന്തരം പറയാം. കേരളത്തിൽ വരുന്ന ആൾക്കും കോൺഫിഡൻസ് കൊടുക്കാതിരിക്കാൻ, കേരളത്തിൻ്റെ സാമ്പത്തിക നിലയ്ക്ക് വളരെ മോശമാണെന്നൊരു അവസ്ഥ വരുത്തുന്ന തരത്തിലേക്ക് പറയുന്ന തെറ്റായ കാര്യം നിർത്തണം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനല്ല എന്ന് പറഞ്ഞല്ലോ ഇവർ. 1 മാസത്തെ മാത്രമേ കൊടുക്കൂ, DA കൊടുക്കില്ല. DA കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല, കൃത്യമായി ആ DA കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് ബഡ്ജറ്റിനകത്ത് മാറ്റിവെച്ചിട്ടാണ് പറയുന്നത്. ഇതൊരു വെറും പ്രസംഗം നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ കണക്കുകളും ബഡ്ജറ്റും. അതിന് ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ് നോക്കിയാൽ അറിയാം, കൃത്യമായ പണം അതിലൂടെ കണ്ടിട്ടാണ്. സെൻട്രൽ ഗവൺമെൻറ് കട്ടിങ് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ പോലും അതുകൂടെ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതാണ്. കാരണം നിങ്ങൾ തന്നെ ആശങ്ക എന്നോട് പലരും ചോദിച്ചു, ഇത് കൊടുക്കാൻ പറ്റുമോ, ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 13% കൊടുക്കുമോ? അതെല്ലാം കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു, അത് കൊടുക്കുകയും ചെയ്യും. അതാണ് ഒരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടും കേരളം ആകെ അങ്ങ് തമോഗർത്തത്തിലേക്ക് പോവാണ്, തകരുന്നു എന്ന് പറയുന്നതല്ല സ്ഥിതി. കേരളം ഇനിയുള്ള ഘട്ടത്തിൽ ഇതിനേക്കാളും മെച്ചപ്പെടുമെന്നാണ് എൻ്റെ ഒരു 5 വർഷത്തെ ധനകാര്യമന്ത്രി എന്ന നിലയിലുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കേരളത്തിലെ ഖജനാവി പൂച്ചവെറ്റ് കിടക്കുകയാണെന്നുള്ള കള്ളത്തരം പറയുന്നു, അല്ലെങ്കിൽ നുണ പറയുന്നു, ഇല്ലാത്ത പൊളിവചനം പറയുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിലെ ഖജനാവിൽ പെറ്റുകിടക്കാനായിട്ട് വി.ഡി. സതീശൻ അയച്ചേക്കുന്ന പൂച്ചകൾ വളരെ ഭാഗ്യം ചെന്നവരാണ്. കാരണം 2 ലക്ഷം കോടിയുടെ ബിസിനസ് നടത്തുന്നൊരു ട്രഷറിക്കകത്ത് ഖജനാവിനകത്ത് കടക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ. അത് നല്ല ഭാഗ്യമുള്ള കാര്യമാണ്. 2 ലക്ഷം കോടി രൂപയുടെയാണ് ഈ വർഷത്തെ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് സൈസ് ആവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണക്കുകൾ കംപ്ലീറ്റ് വരുന്നേ ഉള്ളൂ. അടുത്ത വർഷം അതൊരു 2,30,000 കോടി മേളിൽ വരുമെന്നാണ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
കണക്കുകൾ വെച്ചിട്ട്. അപ്പോൾ ആ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് പറഞ്ഞ കണക്കുകളൊക്കെ കൃത്യമായിട്ടുണ്ട്. ഞാൻ തുടങ്ങുന്ന വർഷം ഒന്നാം വർഷത്തെ ധനകാര്യമന്ത്രി എന്ന് തുടങ്ങുന്ന വർഷം പിന്നെ തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാൾ 32,000 കോടി അധിക ചിലവ് വന്നു. കാരണം ശമ്പള പരിഷ്കരണം എല്ലാം വന്നു. അതിന് മുമ്പത്തെ വർഷം 1,32,000 കോടി നിന്നാണ് 1,62,000 ആയത്. ശരാശരി ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ 5 വർഷക്കാലം ചിലവാക്കിയത് 1,15,000 കോടിയാണ്. ഞങ്ങളിപ്പോൾ 1,72,000 കോടി മേളിലാണ് 1,75,000 കോടിയിലേക്ക് എത്തും. അത്രയും ചിലവാക്കിയത് ഏറ്റവും കടുംപെട്ട് നമുക്ക് നേരെ നടക്കുമ്പോഴാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിച്ച് ജനങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത്. ഓരോ വീട്ടിലും സാധാരണക്കാരൻ്റെ 62 ലക്ഷം കുടുംബങ്ങളിൽ 2,000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞതിനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. 1,000 രൂപ വെച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 1,000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ഏകദേശം 11 ലക്ഷം പേരുടെ അക്കൗണ്ടിലേക്ക് വന്നു. ആളുകൾ ഇപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കണക്റ്റ് വർക്ക് എന്ന് പറയുന്ന പദ്ധതി, ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി തയ്യാറാവാനുള്ള പദ്ധതി 1,000 രൂപ വെച്ച് ഒരു മാസം, അതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അദ്ദേഹത്തിന് പറയാം, പക്ഷേ ഇല്ലാത്ത കാര്യം പറയരുത്. ഇവിടെ മൊത്തം പൊളിഞ്ഞടുക്കി എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു തെറ്റായ പ്രവർത്തനമാണ്. നിരന്തരമായി ഇങ്ങനെ ഗീബൽസ്യൻ തന്ത്രം പോലെ ഇല്ലാത്ത കാര്യം ആവർത്തിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ അത് വിശ്വസിക്കും. നാളെ ഈ നാട്ടിലേക്ക് വരുന്ന ആളുകളെ പോലും തടയാനാണ്. നാട്ടിൽ നല്ല കോൺഫിഡൻസോടുകൂടി ഇത്രയും ബഡ്ജറ്റും ഇത്രയും കാര്യം ചെയ്ത് ചിലവാക്കുന്ന ഒരു സ്ഥലത്ത് അത് പറയുന്നില്ല എന്നുള്ള അത് സത്യം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇത് പറഞ്ഞത്. ഇതും വാസ്തവത്തിൽ ഇതോടൊപ്പം രാഷ്ട്രീയ പ്രശ്നമായിട്ടൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യം ഡയറക്റ്റായാലും തോന്നുമെങ്കിലും അതും ഈ തെറ്റായ പ്രചരണത്തിൻ്റെ കപട പ്രചരണത്തിൻ്റെ ഉദാഹരണമാണ്. അതിപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുന്നതിൻ്റെ ടീസർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാം ഭാഗം വന്നു, കേരളത്തെ അങ്ങേ അകറ്റം അവമാനിക്കുന്നതാണ്. രണ്ടാം ഭാഗത്തിൻ്റെ ടീസർ വന്ന് കണ്ടത് ഞാനും കണ്ടു. അതിൻ്റെ പൂർണ്ണമായതാണോ ഞാൻ കണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ സൈറ്റിൽ വന്നത് ഇങ്ങനെ അയച്ചയച്ച് വരുന്നത് കണ്ടതാണ്. ഒരു പെൺകുട്ടിയെ 2-3 പേര് നിർബന്ധിച്ച് ബീഫ് വായിലേക്ക് പിന്നെ കഴിക്കാനായിട്ട് തള്ളിക്കയറ്റുന്നു. ആ കുട്ടി കിടന്ന് കരയാൻ എനിക്ക് വേണ്ട, എന്നിട്ടിങ്ങനെ ബീഫ് കഴിപ്പിക്കുന്നു. രണ്ടാമത് ശരീരം വിൽക്കാൻ നിർബന്ധിക്കുന്ന പിന്നെ ഇവരെ ഒരു പിന്നെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുന്ന, ശരീരം വിൽക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മ, അങ്ങനെയൊക്കെയുള്ളൊരു രംഗം കൂടെ അതിൽ കണ്ടതാണ്. ഞാൻ കണ്ടത് പറയുന്നതാണ്. ഞാൻ സിനിമ ഇറങ്ങിയിട്ടില്ല, ടീച്ചറായിട്ട് കണ്ടതാണ്. എന്നിട്ട് പറയുന്നു വേറൊരു രംഗം വന്നിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻ, ഈ നാട്ടിലെ ഫ്യൂച്ചർ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെ ഫ്യൂച്ചർ ജനറേഷൻ ഇങ്ങനെ ആകും എന്നുള്ളൊരു ആശങ്ക പറയുകയാണ്. അങ്ങനൊരു സാധനമാണത്. അങ്ങേയറ്റം തെറ്റാണ്. ഇക്കാര്യത്തിനകത്ത് കേരളത്തിലെ ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. കേരളത്തിനകത്ത് ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ പറയുന്ന, അങ്ങേയറ്റം വർഗീയത പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ എന്ന് അവർ പറയാൻ പറ്റത്തില്ല. ഫുൾ ഫ്ലെഡ്ജായിട്ട് അവർ രാഷ്ട്രീയ കക്ഷി എന്ന് പറയാൻ പറ്റുന്നവരല്ല. കാരണം വർഗീയത രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തെ പറ്റിയുള്ള സങ്കല്പം. എങ്കിലും ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു മതമല്ല പ്രശ്നം, വിശക്കുന്ന വയറിൻ്റെ എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെന്ന് പറഞ്ഞത് മതവിശ്വാസവും ആളുകളുടെ വിശ്വാസത്തെ ഒന്നും ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യവും ഈ നാട്ടിലാരും നടത്താറില്ല. മതനിരപേക്ഷമാണ്, എല്ലാവർക്കും അവരുടെ അവകാശങ്ങളുണ്ട്. പക്ഷേ പരസ്പരം ഇല്ലാതാക്കുന്നതല്ല മതവിശ്വാസം. വർഗീയത എന്ന് പറയുന്നതാണ് പരസ്പരം ഇല്ലാതാക്കുന്നത്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മതത്തെ, അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകൾ ഉൾപ്പെടെ ഈ ഇത്തരമൊരു കാര്യം വരുമ്പോൾ അതിനെപ്പറ്റി എന്താ വിലയിരുത്തുന്നത്? കോൺഗ്രസ് ചെറിയ പാസിംഗ് റിമാർക്കൊക്കെ നടത്തിയെന്നല്ലാതെ കാര്യമില്ല. കേരളത്തെ അവമാനിക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം. കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ എല്ലാ യാർഡ് സ്റ്റിക്ക് നോക്കുമ്പോഴും ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവായ അന്തരീക്ഷം, സമാധാനപരമായ ഒരു ജീവിതത്തിൻ്റെ അന്തരീക്ഷം, മതനിരപേക്ഷത മാത്രമല്ല, എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സ്ഥലം നമ്പർ 1 ആണ് പല കാര്യങ്ങളിലും. അങ്ങനൊരു സ്റ്റേറ്റ് ഇങ്ങനെ നല്ലതായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചർച്ച വരും മറ്റ് സംസ്ഥാനങ്ങളിൽ. അതിനെപ്പറ്റി ചർച്ച വരുമ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ ചർച്ച വരും. അപ്പോൾ BJPക്ക്, RSSന് ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ ഇത്രയും നന്നായി നടത്തുന്നല്ലോ നിങ്ങളൊക്കെ. ഇന്ത്യയിൽ ശരാശരി ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട ടാക്സ് 100 രൂപ സംസ്ഥാനത്തിൻ്റെ വരുമാനമുള്ളപ്പോൾ 53 രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള നികുതി വിഹിതമായിട്ട് കിട്ടേണ്ടപ്പം കേരളത്തിന് 26 രൂപയെ കിട്ടുന്നുള്ളൂ എന്നുൾപ്പെടെ ചർച്ച നടക്കുമ്പോഴാണ് കേരളത്തിൽ ജീവിതം ഇത്രയും മെച്ചപ്പെട്ടു പോകുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ കേരളത്തിലെ ജീവിത നിലവാരവും സാഹചര്യങ്ങളും സാമൂഹ്യ ജീവിതവും നല്ലതാണ് എന്നുള്ള ചർച്ചയെ തമസ്കരിക്കാൻ
കേരളത്തിനകത്ത് ഇങ്ങനെയുള്ള വളരെ മോശമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള അഭിപ്രായം വരിക. ഇത് നമ്മുടെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവരെ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിശക്തമായ പ്രതിഷേധമാണ്. കേരളത്തിനെ ഒരു ബ്രാൻഡ് എന്ന നിലയെ മോശപ്പെടുത്തുകയാണ്. ഇത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ഹാൻഡിലുകളിൽ കൂടി ചിത്രീകരിക്കുകയാണ്. കേരളത്തിൽ നിന്നൊരാളെ കാണുമ്പോൾ ഇവർ വളരെ മോശമായി ഇങ്ങനെയുള്ളവരാണ് എന്ന് ചിത്രീകരിക്കുന്ന സ്ഥിതിയാണ്. പണ്ട് കോവിഡ് പ്രളയം വന്നപ്പോൾ ബീഫ് കഴിക്കുന്നവരാണ് കേരളീയർ എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വന്നതാണ്, ദൈവഭാവമാണെന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരണം നടത്തി നമുക്ക് ഓർമ്മയുണ്ട്. ഇതുപോലുള്ള കാര്യത്തിനകത്ത് ഈ വർഗീയത പറയുന്ന ആളുകളുടെ അഭിപ്രായം എന്താ? RSS മാത്രമല്ല, നേരത്തെ തീവ്ര വർഗീയത പറയുന്ന ഹിന്ദു ശക്തികളുണ്ട്, മറ്റ് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സംഘടനകളിൽപ്പെട്ട ചില അപൂർവ സംഘടനകളിൽപ്പെട്ട മറ്റ് സംഘടനകളിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് നടക്കുന്ന പ്രചരണത്തെപ്പറ്റി മനസ്സിലാക്കുകയും ഈ നിലപാടുകൾ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് പറയാൻ തയ്യാറാവുകയും വേണം. അവരൊരു വശം. മറുവശം കോൺഗ്രസ് ഇതിനെപ്പറ്റി എന്താ നിലപാടാണ്? കോൺഗ്രസ് അതിശക്തമായിട്ടൊന്നും പറയുന്നത് ഞാൻ കാണുന്നില്ല. അവരുടെ പ്രധാന അജണ്ട കേന്ദ്ര ബജറ്റല്ല, അവരുടെ പ്രധാന അജണ്ട തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയതല്ല. അവരുടെ പ്രധാന അജണ്ട കേരളത്തിലെങ്കിലും വിദേശത്തു നിന്ന് പാല് 30 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്ന അമേരിക്കയുടെ തീരുമാനമല്ല, മോഡിയുടെ തീരുമാനമല്ല. 30 രൂപയ്ക്ക് പാൽ, 1 ലിറ്റർ പാല് കേരളത്തിൽ ഇറക്കുമതി ചെയ്താൽ കേരളത്തിലെ 10 ലക്ഷം കൃഷിക്കാരുടെ കച്ചവടം കൂട്ടും. 10 ലക്ഷം കൃഷിക്കാരുടെ പശുവിനെ അവർ വണ്ടി ഓടിക്കുന്ന ഡീസൽ വില കൂട്ടിയ വണ്ടി മാറ്റി പാർക്ക് ചെയ്യാം. പശുവിനെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് തീറ്റ കൊടുക്കണ്ടേ? അതിന് വരുമാനം വേണ്ടേ? ചുരുക്കത്തിൽ പശുവിനെ ഉൾപ്പെടെ കന്നുകാലികളൊക്കെ വിറ്റ് കടം കയറി കർഷകൻ ഗുരുതത്തിലേക്ക് പോകും. ഇതെല്ലാം വരുന്നു. കോൺഗ്രസ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ രാഷ്ട്രീയം കോൺഗ്രസ് പറയുന്നില്ല, കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി പറയുന്നില്ല. നിരന്തരം പറഞ്ഞ് ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് ആളുകളെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ തെറ്റായ പ്രചരണം BJP നടത്തുന്നത് പോലെ തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ പറ്റി, ധനകാര്യ വകുപ്പിനെ പറ്റി, മറ്റു വകുപ്പുകളെ പറ്റി VD സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രചരണം. ഈ പ്രചരണ രീതി കൊണ്ട് കേരളത്തിന് ഗുണമുണ്ടാവില്ല എന്നുള്ളത് പറയാനാണ്. ഏതായാലും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിങ്ങളെപ്പോലെ എല്ലാവർക്കും കേരളത്തിലെ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ബന്ധമുള്ളവരാണല്ലോ, ഈ നല്ല തീരുമാനങ്ങൾ സർക്കാർ പറഞ്ഞൊരു കാര്യം നടപ്പിലാക്കി എന്നുള്ളൊരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്.